പാലക്കാട് അതിരുവിട്ട് വിദ്യാർത്ഥികളുടെ സെന്റ് ഓഫ് ആഘോഷം. ആഡംബര വാഹനങ്ങളുമായി നടുറോഡിൽ വിദ്യാർത്ഥികൾ അഭ്യാസ പ്രകടനം നടത്തി. തൃത്താല പരതൂർ നാടാപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സെന്റ് ഓഫ് ആഘോഷത്തിനിടയിലാണ് സംഭവം. നാട്ടുകാരുടെ പരാതിയിൽ തൃത്താല പോലീസ് വാഹന ഉടമകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? എന്നാണ് ഈ സംഭവം? പോലീസിന്റെ ഇടപെടൽ ഇപ്പോഴെങ്ങനെയാണ് നിഖിൽ? ശ്രീജിത്തെ, പഴയ കാലമൊന്നുമല്ല 10ാം ക്ലാസ് കുട്ടികൾ പോലും അവരുടെ സെന്റ് ഓഫ് ആഘോഷമാക്കുന്നത് ഇത്തരത്തിലുള്ള ആഡംബര വാഹനങ്ങൾ വാടകയ്ക്കെടുത്തുമൊക്കെയാണ്. എന്തായാലും തൃത്താല പരുതൂർ നാടപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ്സുകാരുടെ സെന്റ് ഓഫ് ആഘോഷമാണ് നാട്ടുകാർക്ക് തലവേദനയായത്. ഇവർ വാടകയ്ക്കെടുത്ത ഈ ആഡംബര വാഹനങ്ങളുമായിട്ടായിരുന്നു വിദ്യാർത്ഥികളുടെ റോഡിലെ റോഡ് ഷോ. റോഡിൽ അലക്ഷ്യമായ വാഹനം ഓടിച്ച് ഭീതി പകർത്തിയതോടുകൂടി നാട്ടുകാർ പലതവണ വിദ്യാർത്ഥികൾക്ക് താക്കീത് നൽകുകയായിരുന്നു. എന്നാൽ ഇത് വകവെക്കാതെ അപകടകരമായി തന്നെ റോഡ് ഷോ നടത്തിയതോടെയാണ് നാട്ടുകാർ തൃത്താല പോലീസിൽ വിവരം അറിയിച്ചത്. തുടർന്ന് തൃത്താല പോലീസ് വേഷം മാറിയെത്തി ഈ വാഹനങ്ങൾ കയ്യോടെ പിടികൂടുകയായിരുന്നു. 3 കാറ്, ഒരു ജീപ്പ് എന്നിവയ്ക്ക് പുറമെ ബൈക്കുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ വാഹനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഉടമകൾക്കെതിരെ നിലവിൽ കേസെടുത്തിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ വിളിപ്പിച്ച് ബോധവൽക്കരണം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ ചാലിശ്ശേരിയിലെ സ്കൂൾ വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന ആഡംബര വാഹനം മതിലിനിടിച്ച് അപകടത്തിൽപ്പെട്ടിരുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ സെന്റ് ഓഫ് പരിപാടി ഒരു അവിസ്മരണീയമായിട്ടുള്ള ഓർമ്മയാക്കി മാറ്റാൻ വേണ്ടി ഇത്തരത്തിൽ വാഹനങ്ങൾ വാടകയ്ക്ക് എടുക്കുകയും നിരത്തിൽ അമിതമായിട്ടുള്ള പ്രകടനങ്ങൾ അവർ കാഴ്ചവെക്കുകയും ഒക്കെ ചെയ്യുകയാണ്. പക്ഷെ ഇതിന്റെ പ്രത്യാഘാതത്തെ കുറിച്ച് കുട്ടികൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല. അതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും വിവരമറിഞ്ഞ നാട്ടുകാർ സമയോചിതമായി ഇടപെടുകയും പോലീസിന് വിവരമറിയിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് കൂടുതൽ ആഘോഷങ്ങളിലേക്കും അപകടങ്ങളിലേക്കും ഒന്നും പോകാതെ തന്നെ ഈ ആഘോഷത്തെ മുളയിലേ നുള്ളാൻ പോലീസിന് കഴിഞ്ഞത്. ശരി, നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കമന്റ് ബോക്സിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണെങ്കിൽ, നേരത്തെ 1.5 കിലോമീറ്ററോളം ഒറ്റയ്ക്ക് നടന്ന് ഡേ കെയറിൽ നിന്ന് 2 വയസ്സുകാരൻ വീട്ടിലെത്തിയ വാർത്ത നമ്മൾ പങ്കുവച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രതികരണങ്ങൾ ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. വിനീതിനെ പോലുള്ള പ്രേക്ഷകർ പറയുന്നു, ആ കുട്ടി കൃത്യമായി വീട്ടിലെത്തിയല്ലോ, അവൻ മിടുക്കനല്ലേ, അതുകൂടെ പറയേണ്ടത്. തീർച്ചയായും അവൻ മിടുക്കൻ തന്നെയാണ്. പക്ഷേ അതിലേറ്റവും കുറ്റകരമായ ഒരു വീഴ്ച വരുത്തിയിരിക്കുന്നത് ആ ഡേ കെയർ ജീവനക്കാരാണ്. അത് അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഗുരുതരമായ വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത്. അതാണ് അതിൽ പ്രധാനം. തുടർന്നുള്ള നടപടികൾ ഉണ്ടാവട്ടെ. ആ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന്, സപ്ലൈകോയിലെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വിലവർധനയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ജനങ്ങളുടെ നടുവൊടിക്കുന്നതാണ് എന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്ന ഒരുപാട് പ്രേക്ഷകരെ കമന്റ് ബോക്സിൽ കാണാൻ കഴിയുന്നുണ്ട്. ചില പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് അരുൺ ബാബു എന്നാണ് ആ പ്രേക്ഷകൻ്റെ പേര്. അല്ലെങ്കിൽ തന്നെ കുറച്ചു നാളായിട്ട് സപ്ലൈകോയിലേക്ക് പോകാറില്ല, അവിടെ സാധനങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് അവിടേക്ക് പോകാറുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ വില കൂടി കൂട്ടിയ സാഹചര്യത്തിൽ അക്കാര്യത്തിലൊരു തീരുമാനമായല്ലോ എന്നാണ് അരുൺ ബാബു പറയുന്നത്. അങ്ങനെ ഒരുപാട് പ്രതികരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.